പണ്ടുള്ള കാലം മുതൽ തന്നെ മാംസത്തിനും രോമത്തിനും വേണ്ടി കരടികളെ മനുഷ്യൻ വേട്ടയാടിയിരുന്നു. കലാരൂപങ്ങളിൽ നൃത്തം ചെയ്യാനും പുരാണങ്ങളിലും കലകളിലും സാംസ്കാരിക തലങ്ങളിലും കരടികൾ വളരെയേറെ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. കരടികൾ ഉർസിഡേ കുടുംബത്തിലെ മാംസഭോജികളായ സസ്തനികളാണ്. ഇവ നായ്ക്കളെപ്പോലുള്ള മാംസഭോജികൾ അഥവാ കാനിഫോമുകൾ എന്ന തരത്തിൽ തരംതിരിച്ചിരിക്കുന്നു. ലോകം മുഴുവനും വ്യത്യസ്ത ആവാസ വ്യവസ്ഥയിൽ കാണപ്പെടുന്ന സസ്തനികളാണ് കരടികൾ. 8 ഇനത്തിൽപ്പെട്ട കരടികൾ കാണപ്പെടുന്നു. ഭീമൻ പാണ്ട, കണ്ണടയുള്ള കരടി, തവിട്ട് നിറമുള്ള കരടി, ധ്രുവക്കരടി, അമേരിക്കൻ കരടി, സ്ലോത്ത് ബെയർ, ഏഷ്യൻ കറുത്ത കരടി, സൂര്യകരടി എന്നീ ഇനങ്ങളാണവ. കരടികൾക്ക് ചെറുതും കട്ടിയുള്ളതുമായ കാലുകളും വലിയ ശരീരമാണ് ഉള്ളത്. അവയ്ക്ക് വീതിയേറിയ തലയും ചെറിയ വാലുകളും വൃത്താകൃതിയിലുള്ള ചെവികൾ, ചെറിയ കണ്ണുകൾ എന്നിവയാണ് ഇവയുടെ പൊതുവെ പ്രത്യേകതകൾ. ഇവയ്ക്ക് രോമങ്ങളുള്ള ശരീരമാണുള്ളത്. നീണ്ടുവളഞ്ഞ 5 നഖങ്ങൾ സദാ പുറത്താണ് കാണപ്പെടുന്നത്. ഒരിക്കലും ഇവ അകത്തോട്ട് വലിക്കാൻ സാധിക്കില്ല. കുഴിക്കാനും മരങ്ങളിലോ മലകളിലോ കയറാനും വേട്ടയാടാനും ഈ നഖങ്ങൾ ഉപയോഗിക്കുന്നു. കരടികൾക്ക് നീന്താനും മരങ്ങളിലും മലകളിലും കയറാനും എളുപ്പത്തിൽ കഴിയും. ശരീരവലിപ്പം കൂടുതൽ എന്നത് കരടികൾക്ക് ഒരു പ്രശ്നമേയല്ല. ശക്തിയാർന്ന പിൻകാലുകളെ പേശികൾ കാരണം ഇവയ്ക്ക് മനുഷ്യരെ പോലെ നിവർന്നു നിൽക്കാനും സാധിക്കുന്നു. ഇവയ്ക്ക് കേൾവിശക്തി കുറവാണെങ്കിലും മണം പിടിക്കുന്നതിനും കാഴ്ചശക്തി അതീവമായി കൂടുതലുള്ളവയാണ് കരടികൾ. നിറങ്ങൾ കാണാൻ കഴിയും എന്നത് മറ്റ് മാംസബുക്കുകളിൽ നിന്ന് ഇവയെ വ്യത്യസ്തമാക്കുന്നു. നായ്ക്കളെക്കാൾ 10 മടങ്ങ് മണം പിടിക്കാൻ ഇവയ്ക്ക് കഴിയും. കരടികൾക്ക് ഓർമ്മശക്തി കൂടുതൽ ആയതിനാൽ തന്റെ ഭക്ഷണം എവിടെയാണ് ഉള്ളത് എന്നത് മറക്കാതെ ഓർത്തിരിക്കാനും ഇവയ്ക്ക് സാധിക്കുന്നു. കരടികൾ കൂടുതലും പോഷക സമൃദ്ധമായ ഭക്ഷണമാണ് കഴിക്കാറുള്ളത്. പുളിച്ച ഫലങ്ങൾ ഇവ കൂടുതലും കഴിക്കുന്നു. ഭീമൻ പാണ്ട സസ്യഭുക്കാണെങ്കിലും കരടികൾ പൊതുവെ കാലാനുസൃതമായ ഭക്ഷണവും കഴിക്കുന്നു. ഇതിൽ ധ്രുവക്കരടികളും മാംസഭോജികളാണ്. പ്രാണികൾ പുതിയ മാംസം, ശവം, മത്സ്യം എന്നിങ്ങനെ കാലാനുസൃതമായി ഭക്ഷണം കഴിക്കുകയാണ് ഇവയുടെ പതിവ്. കുറ്റിക്കാടുകളിലോ മരങ്ങളിലോ ഭക്ഷണം തേടുന്നു. ആഴത്തിൽ കുഴിച്ച് വേരുകൾ കഴിക്കാനും ഇവ പതിവുണ്ട്. കരടികൾ പലതരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഇണകൾ തമ്മിലുള്ള പ്രണയത്തിലോ സൗഹൃദപരമായ സാഹചര്യങ്ങളിലും വ്യത്യസ്ത ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാകുന്നു. ചില വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഇവ ഞരക്കങ്ങൾ പോലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. കരടികൾ നിവർന്നു നിന്നും ആശയവിനിമയം നടത്തുന്നു. ഇവ തുറിച്ചുനോക്കുക ആക്രമണത്തിന്റെ മുന്നോടിയാണ്. മൂത്രം ഒഴിച്ചുകൊണ്ടോ മരങ്ങളിൽ ഉരച്ചുകൊണ്ടോ അവയുടെ ഗന്ധവുമായി ആശയവിനിമയം നടത്തുന്നു. ഇണചേരുമ്പോഴോ കുഞ്ഞുങ്ങൾ ഉള്ളപ്പോഴോ ഒഴികെയുള്ള സാഹചര്യത്തിൽ കരടികൾ സാധാരണ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ആൺകരടികൾ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാറില്ല. അമ്മ കരടികളാണ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാറുള്ളത്. തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പെൺകരടികൾ ജീവൻ കൊടുത്തും സംരക്ഷിക്കാറുണ്ട്. കരടികളുടെ ഗർഭകാലം 6 മാസമാണ്. 1-2 കുഞ്ഞുങ്ങൾ പ്രസവത്തിൽ ഉണ്ടാവുക. മാസങ്ങളോളം ഇവ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നു, ചിലപ്പോൾ വർഷങ്ങളും. തവിട്ട് നിറത്തിലുള്ള കരടികൾ വംശനാശ ഭീഷണി നേരിടുന്ന ഒരിനമാണ്. 6 തരത്തിൽപ്പെട്ട കരടികൾ വംശനാശ ഭീഷണി നേരിടുന്നു.